ഈ തെറ്റുകൾ നമ്മൾ തക്കാളി കൃഷിയിൽ ആവർത്തിക്കരുത്. തെറ്റുകൾ നമ്മൾ തക്കാളി കൃഷിയോട് ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് വിളവ് തരുന്ന സമയത്ത് നമുക്ക് ആ കൃഷിയിൽ വളരെ ബാധകം സംഭവിച്ചേക്കാം. ഞാൻ നിഷ. എൻ്റെ കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തിരുന്ന തക്കാളിയാണ്. തക്കാളി നടുന്നത് എങ്ങനെയെന്ന വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ തക്കാളി തൈ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ തക്കാളിയാണ് കണ്ടോ, 1 മാസത്തോളം ആയതേ ഉള്ളൂ. തക്കാളിയൊക്കെ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂ പിടിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നും, എങ്ങനെയാണ് ഇത്ര അതിവേഗത്തിൽ വളർന്നതല്ലേ? ഞാൻ ഈ തക്കാളിക്ക് അടിയിലോട്ട് കൊടുത്തിരുന്ന അടിവളത്തിൻ്റെ, അതായത് പൊട്ടി മിക്സ്, ചാണകപ്പൊടി, എല്ലുപൊടി ഇതെല്ലാം ഇട്ടാണ് ഞാൻ തക്കാളി തൈ ഈ അടിവളം എല്ലാം കറക്റ്റായിട്ട് കൊടുത്താണ് തക്കാളി തൈ നട്ടിരുന്നത് അല്ലേ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വേഗത്തിൽ ഇതിൻ്റെ വളർച്ച കാണാൻ സാധിച്ചത്. പിന്നെ ഞാൻ ഇതിന് കുറച്ച് പരിചരണം കൊടുത്തിരുന്നു. അതായത് കൃത്യസമയത്ത് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതിൻ്റെ പരിചരണങ്ങളെല്ലാം കൊടുത്തിരുന്നു. പക്ഷെ വളം അതിന് ഞാൻ ആ അടിവളം ഇട്ടിരുന്ന വളം തന്നെ അതിന് ശേഷം ഞാൻ വളം ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളിക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞും ഷേപ്പില്ലാതെയും ചാഞ്ചാട്ട രൂപത്തിൽ ഈ തക്കാളി തൈ നിൽക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു സപ്പോർട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ നമുക്ക് നിർത്തണം. നിർത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് നല്ല രീതിക്കുള്ള കായ്കൾ ഉണ്ടാവുകയും അതിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്ട്രെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനോട് വളം കൊടുത്ത് നല്ല രീതിക്കുള്ള മണ്ണും കൊടുത്ത്, ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഗ്രോ ബാഗ്സിലോട്ടും മണ്ണുകളൊക്കെ ഇല്ല, വളങ്ങളും ഇത് അതിവേഗത്തിൽ വലിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഇനി നമുക്ക് വളം ഇട്ട് കൊടുത്ത് മണ്ണുമായിട്ട് സെറ്റ് ചെയ്ത് നിവർത്തി നിർത്തണം. ഇപ്പോൾ കായും പൂവായിട്ടെല്ലാം ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ. ആദ്യം പൂവാണ് ഉണ്ടാകുന്നത്. അത് പോളിനേഷൻ, പരാഗണം നടന്ന് അതിൽ മാത്രമേ കായ്കൾ ഉണ്ടാകും. അപ്പോൾ പോളിനേഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പൂക്കളെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ പരാഗണം നടക്കും. അപ്പോൾ ഈ പൂക്കളെല്ലാം കായ്കളായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തക്കാളി കൃഷിയിൽ ഈ തെറ്റുകൾ ചെയ്യരുതെന്ന് പറയുന്നത്, ആദ്യം തന്നെ നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതെന്തെന്നറിയോ, എപ്പോഴും നമ്മുടെ ഒരു ധാരണയുണ്ട്, സൺലൈറ്റ് മറഞ്ഞതിന് ശേഷം മാത്രമേ, ഞാനും ചില സമയങ്ങളിൽ അങ്ങനെ തന്നെ വെള്ളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്, വളങ്ങളൊക്കെ ലിക്വിഡ് വളങ്ങളൊക്കെ നമ്മൾ സൺലൈറ്റ്, മറ്റുള്ള കൃഷികൾക്ക് അതുപോലെ ചെയ്തു കൊടുക്കാൻ കുഴപ്പമില്ല. നമ്മൾ തക്കാളി കൃഷിയിൽ ആദ്യം തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സൺലൈറ്റ് അടിക്കുന്ന ആ ടൈമിൽ തന്നെ ഇതിൻ്റെ ചുവട്ടിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം സൺലൈറ്റ് മറഞ്ഞതിന് ശേഷം ഇതിനോട്ട് തക്കാളി കൃഷിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും പഠിച്ചു കാണും, ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഇതിനെ നമ്മൾ മറ്റൊരു ആഹാരം പ്രിപ്പയർ ചെയ്തെടുക്കും പോലെ ഇതുപോലത്തെ എല്ലാ പ്രക്രിയകളും ഈ പ്ലാന്റ്സിനും ഉണ്ടല്ലേ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനായിട്ട് ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യും, ആഹാരം സ്വയം പ്രിപ്പയർ ചെയ്യും. നമ്മൾ ഫോട്ടോസിന്തസിസ്, നമ്മൾ സയൻസിൽ എല്ലാവരും പഠിച്ചു കാണണം. നമ്മളത് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിന് പ്രധാനമായിട്ട് എന്താ വേണ്ടത്, സൺലൈറ്റ്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ, CO2 H2 ഒക്കെ എല്ലാവരും കുട്ടിക്കാലത്ത് പഠിച്ചാണല്ലേ, ഓക്സിജനും ഇല്ല. അപ്പോൾ ആ ഫോട്ടോസിന്തസിസ് നടന്നാൽ മാത്രമേ നമ്മൾ ഈ ചെടിയിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവ് കിട്ടുകയും അതിൽ നിന്നുള്ള കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ 8 മണിക്കൂർ സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്തിൽ നമ്മൾ തക്കാളി നട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊന്ന്, അപ്പോൾ മാത്രമേ ഈ തക്കാളി നല്ല രീതിക്ക് വളർന്ന് അതിൻ്റെ കായ്ഫലം കിട്ടുകയുള്ളൂ. പിന്നെ 1 മാസത്തിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തി വളമെല്ലാം അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനോട് 1 മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലുപൊടി 1 സ്പൂൺ അളവിന്, എല്ലുപൊടിയാണെങ്കിൽ 1/2 സ്പൂൺ അളവിന് ഇട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലോട്ടിട്ട് അടുപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് എന്ന്, എല്ലുപൊടി ഇടാത്തവരാണെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് നഴ്സറിയിൽ കിട്ടും. അത് വാങ്ങി ഇതിൻ്റെ നഴ്സറിയിൽ അല്ലെങ്കിൽ ഒരക്കടയിലും കിട്ടും റോക്ക് ഫോസ്ഫേറ്റ്. അത് നമ്മൾ ഇതിനോട്
ചുവട്ടിൽ നിന്ന് നീക്കി, അതായത് ഇങ്ങോട്ട് ഓരോ സ്പൂണോ വീതം റോക്ക് ഫോസ്ഫേറ്റ് അടുപ്പിച്ച് കൊടുക്കാം. എല്ലുപൊടിയാണെങ്കിൽ 1/2 സ്പൂൺ അളവിന് മതി. ഇതൊന്നും നമ്മളെ കയ്യിലില്ല, എല്ലുപൊടിയും ഇല്ല, റോക്ക് ഫോസ്ഫേറ്റും ഇല്ല. അങ്ങനെയുള്ളവർ വിചാരിക്കുക അയ്യോ നമുക്കിതൊന്നും പോയി വാങ്ങാനൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മളെ വീട്ടിലെ ചാരം ഉണ്ടല്ലോ, തീ കത്തിക്കുന്ന ആ ചാരത്തിൽ ഓരോ സ്പൂണ് ഇതിൻ്റെ ചുവട് നീക്കി അടുപ്പിച്ച് കൊടുത്താലും മതി. ഇതിൽ നിന്ന് നല്ല രീതിക്കുള്ള പൂക്കളുണ്ടാവുകയും കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലേ, നമ്മളെപ്പോലെ തന്നെ എല്ലാ മൂലകങ്ങളും എല്ലാ എലമെൻസും നമ്മൾ. അപ്പോൾ ഇതിനു വേണ്ടി തക്കാളി കൃഷിയിൽ പ്രധാനമായിട്ട് വേണ്ട മൂലകം, അതായത് ഫോസ്ഫറസ്, പിന്നെ ഒന്ന് കാൽഷ്യം അങ്ങനത്തെ അതിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടായ ഇതിൽ നിന്ന് എളുപ്പം തന്നെ ഈ പ്ലാന്റ്സിന് അസുഖങ്ങൾ ബാധിക്കാൻ തുടങ്ങും. അതായത് ഇലകൾ മഞ്ഞളിക്കും, ഇങ്ങനത്തെ ഓരോ അസുഖങ്ങൾ ഈ തക്കാളിയിലോട്ട് കാണപ്പെടും. അതിനു വേണ്ടി നമുക്ക് ഈ എല്ലുപൊടി മാക്സിമം ഇട്ട് കൊടുത്താൽ മതി. എല്ലുപൊടിയിൽ കാൽഷ്യവും ഉണ്ട്, ഫോസ്ഫറസും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അടുപ്പിച്ച് കൊടുത്താൽ തക്കാളിയിൽ നിന്ന് നമുക്ക് കുറഞ്ഞത് ഒരു 6 മാസത്തോളം നമ്മളെ പാവലിനെ പോലെ നല്ല രീതിക്കുള്ള ഈൽഡ് തന്നെ നമുക്ക് തക്കാളിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ തക്കാളിയെല്ലാം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുത്ത് നിർത്തി കെട്ടിക്കൊടുക്കാൻ പോകുന്നു. എന്നിട്ട് അതിനോട് വളവും ഇട്ട് ഇതിനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമുക്കിതിനോട് സപ്പോർട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നത് തക്കാളിയുടെ ചുവട്ടിൽ ഈർപ്പമയം എപ്പോഴും കാണണം. എന്നാൽ മാത്രമേ നമുക്ക് തക്കാളി കൃഷി വൻ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം കായ്കൾ ഉണ്ടാകും, ഇല്ലെന്നല്ല, പക്ഷേ അതിന് കായ്കളൊന്നും വലിയ രീതിക്ക് വലിപ്പം വയ്ക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള വിളവുകൾ കിട്ടും. പിന്നെ അടുത്ത നമ്മൾ ഒരു തെറ്റ് ചെയ്യരുതെന്ന് വെച്ചാൽ അതായത് തക്കാളിയിൽ ആദ്യം തന്നെ വരുമല്ലോ മൂത്ത ഇലകൾ, അതിനെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം. നമ്മളെ പ്രൂണിങ്ങും ഈ തക്കാളി കൃഷിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. കാരണം പ്രൂണിങ് കറക്റ്റ് സമയത്തിന് നമ്മൾ ഇതിനെ വെട്ടി കൊടുക്കണം. പിന്നെ ഈ തക്കാളിയുടെ, അതായത് ഇതാ കാണുന്ന ഈ 2 ഇലകൾക്കിടയിൽ കാണുന്ന ഇതിനെ പറയുന്ന സക്കറാണ്. അതായത് ഈ സക്കർ, അതായത് ഈ ഇലയ്ക്കും, അതായത് ഇതാ 2 ഇലമുട്ടിനിടയിലോട്ട് വരുന്ന ഇതിനോട് വന്നിട്ടില്ല. അപ്പം ഈ 2 ഇതിൽ നിന്നും ഇതാ വന്നിട്ടുണ്ട് സക്കർ. ഇങ്ങനത്തെ ഇലകളെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റെമ്മിനെ ഈ 2 ഇലകൾക്കും ഇടയിൽ വരുന്നതിനെയാണ് സക്കർ എന്ന് പറയുന്നത്. ഈ സക്കറിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. കാരണം സക്കർ ഉണ്ടായിരുന്നാലും പൂക്കൾ ഉണ്ടാവുകയും കായ്കൾ പിടിക്കും, പക്ഷെ കായ്കൾക്ക് നല്ല രീതിക്കുള്ള വലിപ്പം കാണില്ല. അപ്പോൾ ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കുന്ന കായ്കളെല്ലാം നല്ല രീതിക്കുള്ള വലിപ്പം നമുക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിക്കുള്ള ഈൽഡ് തന്നെ നമ്മുടെ തക്കാളിയിൽ നിന്ന് കിട്ടും. ഇതുപോലെ ഞാൻ നട്ടപ്പോഴും പറഞ്ഞിരുന്നില്ലേ, 5 ഗ്രോ ബാഗെങ്കിലും എല്ലാവരും അവരവരുടെ വീട്ടിൽ തക്കാളിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ചില സമയത്ത് നല്ല രീതിക്കുള്ള വില അനുഭവപ്പെടുന്ന സമയത്ത് നമുക്കിതൊരു വലിയ ആശ്വാസമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഈ തക്കാളി ഞാൻ പിടിപ്പിച്ചതെല്ലാം നിങ്ങളെ കൂടെ ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലേ. അതായത് തക്കാളി തൈന് വേണ്ടി ഞാൻ വലിയ രീതിക്കുള്ള കാശൊന്നും ചിലവാക്കിയിട്ടില്ല. നമ്മളെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയ, എൻ്റെ വീട്ടാവശ്യത്തിന് വാങ്ങിയ തക്കാളിയെ കൊണ്ടിട്ട് കിളിർപ്പിച്ചെടുത്തതാണ് തൈ. അപ്പോൾ ഈ ഇത് നല്ല രീതിക്കുള്ള തൈകളാണ്. ഇതിൽ നിന്ന് നല്ല രീതിക്കുള്ള ഈൽഡ് തന്നെ നമുക്ക് കിട്ടും എന്ന് പറയേണ്ട, നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്ക് നല്ല വെറൈറ്റീസിലുള്ള തക്കാളി തൈകൾ തന്നെ കണ്ടോ, അതിൻ്റെ ആരോഗ്യം കണ്ടോ, നല്ല രീതിക്ക് തന്നെ ഇത് പിടിച്ച് വന്നിട്ടുമുണ്ട്. കാരണം ഇവിടെ നല്ല രീതിക്കുള്ള സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിൻ്റെ വളർച്ച അതിവേഗത്തിൽ കാണാൻ സാധിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ചൂട് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മളെ കിച്ചണിലെ വെള്ളങ്ങളെല്ലാം കൊണ്ട് ശേഖരിച്ച് വെച്ച്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടാൽ അത് മനസ്സിലാകും. അത് ആ കിച്ചണിലെ വെള്ളമെല്ലാം കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് പച്ച ചാണകവും പുളിപ്പിച്ചാണ് ഞാനിതിനോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ടെറസിൽ കുറേ അധികം പച്ചക്കറികളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ജൈവ സ്ലറി തയ്യാറാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഇനി ജൈവ സ്ലറി തയ്യാറാക്കണം. അപ്പോൾ ജൈവ സ്ലറി എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കമ്പിയാണ്. ഇതുപോലെയൊക്കെ ഞാൻ ടെറസിൽ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് തക്കാളി കൃഷി ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു മഴ സമയത്ത് എൻ്റെ തക്കാളിയെല്ലാം നശിച്ചു പോയി. അപ്പോൾ ഇതുപോലെ ഞാൻ കളക്ട് ചെയ്ത് വെച്ച കമ്പിയാണ്. അപ്പോൾ ഈ കമ്പിയാണ് ഞാൻ ആദ്യം ഈ തക്കാളിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, നമ്മളെ കൃഷിയിൽ കാലിഫ്ലവറിൻ്റെ ആയാലും ക്യാബേജ്,
തക്കാളി ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മുകൾക്കും ലീഫുകളും വളരെ നേർത്തതാണ്. അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കെട്ടിക്കൊടുക്കുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ വേഗത്തിൽ ഇത് ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ഇതിൽ ഫംഗസ് ബാധിക്കും. ഫംഗസ് ബാധിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് തന്നെ മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് ഒടിക്കാതെ കെട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വിടാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിക്ക് പ്ലാന്റ്സ് വളരും. അപ്പോൾ ഞാനിതാ വേണ്ട ഇതുപോലെ ആദ്യം തന്നെ ഇവിടെ ഒരു കെട്ട് കൊടുക്കും. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ മാക്സിമം 2 തൈ വെച്ചാൽ മതി. അപ്പോൾ കണ്ട ഞാനിതുപോലെ വളരെ കെയർഫുള്ളായി ചെയ്യണം. ഇത് ഒടിഞ്ഞു പോകരുത്. കാരണം സ്റ്റെമ്മും ലീഫൊക്കെ വളരെ നേർത്തതാണ്. ഇങ്ങനെ ഒരു നല്ല ടൈറ്റായിട്ട് കെട്ടണ്ട, ലൂസായിട്ട് കെട്ടിയാൽ മതി. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്തോന്ന് ഇതുപോലെ കയറൊക്കെ കെട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കും. ഇതിലോട്ട് ഒരു കെട്ട് കൂടെ കെട്ടിക്കൊടുത്തിട്ട് വളവും മണ്ണും കൂടെ ഇട്ട് ഇതിൻ്റെ വേര് ഇങ്ങറ്റം വരെ അതിനെ വളർന്ന് കഴിഞ്ഞാൽ നമുക്ക് തൈയും പിടിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കൃഷി കൂടിയാണ് നമ്മൾ തക്കാളി കൃഷി. പിന്നെ തൈ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ തൈകൾ പൊടിപ്പിച്ചെടുക്കാം. മാക്സിമം നമ്മൾ വിത്ത് കിളിർപ്പിച്ച് തൈ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ പെട്ടെന്ന് തക്കാളി കൃഷി ചെയ്യുന്നെന്നുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മിനെ വെട്ടി നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന കവറോ ഒരു പേപ്പർ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നമുക്കിതുപോലെ പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ട ഇതാണ് നമ്മളെ പോട്ടിംഗ് മിക്സ്. ഇത് ഞാനിപ്പോൾ ഇതിനോട് അടുപ്പിച്ചു. പിന്നെ നമുക്ക് കാൽഷ്യത്തിന് ഇതൊന്നും ഇല്ലാത്തവരുടെ കയ്യിൽ കുമ്മായം ഉണ്ടെങ്കിൽ അത് കുറച്ച് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുമ്മായം ഒഴിച്ചു കൊടുത്താലും കാൽഷ്യത്തിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാം. പോട്ടിംഗ് മിക്സ് ഇട്ട് സപ്പോർട്ട് കൊടുത്ത് ഇതിനോട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഒത്തിരി കീടങ്ങളെ തടുത്ത് നിർത്താനുള്ള ശക്തി സാധാരണയായിട്ട് നമ്മളെ പറമ്പിൽ കാണുന്ന ഈ ചീമക്കൊന്നയ്ക്കുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വളമാണ് ഞാൻ ക്യാബേജിന് ഇട്ട് കൊടുത്തു. എനിക്ക് നല്ല റിസൾട്ടാണ് ക്യാബേജിന് കാണാൻ സാധിച്ചത്. അതുപോലെ ഞാൻ ഈ തക്കാളിക്കും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ രീതിക്കുള്ള കീടങ്ങളുടെ ആക്രമണം കാണില്ല. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പൊത ഇടുന്നതിന് പകരം ഇതാണ് ചുവട്ടിൽ വെച്ച് കൊടുക്കുന്നത്. അതായത് വളർന്നു കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിനും ഞാനിതുപോലത്തെ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. കമ്പിയാണ് സപ്പോർട്ട് കൊടുത്ത് ഇതുപോലെ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നല്ല രീതിക്ക് നമ്മൾ വളരെ ഇതിനോട് വളം അടുപ്പിച്ചും കൊടുത്ത് ലിക്വിഡ് വളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ വളർച്ച വളരെ വേഗത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി വേഗം തന്നെ ഇതിൽ പൂക്കളെല്ലാം പിടിക്കാൻ തുടങ്ങും. ഇതിൽ നിന്ന് പൂക്കളെല്ലാം പിടിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫിഷ് അമിനോ ആസിഡ് വന്ന് ഒരു കീടനാശിനി കൂടെയാണ്. പിന്നെ നമ്മുടെ ഈ പച്ചക്കറിയിലുണ്ടാകുന്ന പൂക്കളെല്ലാം കായ്കളാകാനും പിന്നെ നിറച്ച് പൂക്കൾ പിടിക്കാനും സഹായിക്കുന്ന ഒരു വളം കൂടെയാണ് നമ്മൾ ഫിഷ് അമിനോ ആസിഡ്. അതുകൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കുള്ള ഈട് തന്നെ നമ്മുടെ ഈ തക്കാളിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.